ഹലോ ഗൈസ്, വെൽക്കം ടു സിനിബസ് മലയാളം. ബിഗ് ബോസ് സീസൺ 8 എപ്പിസോഡ് 9 വീക്കെൻഡ് എപ്പിസോഡിന്റെ റിവ്യൂമായിട്ടാണ് വന്നിരിക്കുന്നത്. സോ ആസ് യൂഷ്വൽ റെനീഷ ഹോസ്റ്റ് ചെയ്യുന്നു. അപ്പം ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡ് ആയത് കാരണം ഇന്നലത്തെ പോലെ തന്നെ 2 ഗസ്റ്റ് ജഡ്ജസ് ഉണ്ട്. അപ്പോൾ അതെന്ന് പറയുന്നത് നമ്മുടെ ബിഗ് ബോസ് സീസൺ 5-ലെ കണ്ടസ്റ്റൻസ് ആയിട്ടുള്ള നാദിറയും സെറീനയുമാണ് ഈ ഒരു എപ്പിസോഡിൽ ജഡ്ജസ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അവരെ റെനീഷ വെൽക്കം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കി 3 ജഡ്ജസിനെയും വെൽക്കം ചെയ്ത് അവരുടെ സീറ്റുകളിൽ ഇരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മുടെ മാസ്ക് ഓഫ് ചാലഞ്ച് 3 പേരും കൂടെ റിമൈനിങ് ആയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഒരു സ്റ്റോറീസും കൂടെ ആണ് പിന്നെ കാണിക്കുന്നത്. അവിടെ പ്രണവ്, സോന, അമൃത ഇവർ 3 പേരുമാണ് അവരുടെ പേഴ്സണൽ സ്റ്റോറീസ് ഒക്കെ ഷെയർ ചെയ്തത്. ഇതിൽ ആസ് യൂഷ്വൽ സ്ട്രഗിൾസ് ആൻഡ് അവരുടെ കുറച്ച് മോട്ടിവേഷൻസ് ആൻഡ് പാസ്റ്റ് ചലഞ്ചസ് അതൊക്കെ ആണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അത് ആ സെഗ്മെന്റ് അങ്ങനെ അങ്ങ് പോയി. അത് കഴിഞ്ഞിട്ട് ഇതുവരെ ഇപ്പം ഔട്ട് ഹൗസിലുള്ള ആൾക്കാരെ എല്ലാം സ്റ്റേജിലേക്ക് വിളിപ്പിക്കുന്നു. അപ്പം നമ്മുടെ ജഡ്ജസ്, അതായത് നാദിറയും സെറീനയും അവരോട് എന്താണ് മുന്നോട്ട് പോകാനുള്ള അവരവിടെ നിൽക്കാനുള്ള യോഗ്യതയെ പറ്റിയും അതൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരെ ഓരോരുത്തരും അതിനുള്ള മറുപടികളൊക്കെ പറയാം. നമ്മുടെ നാദിറ ആസ് യൂഷ്വൽ നമ്മളുടെ ആ ഒരു ഹ്യൂമർ സെൻസിലാണ് പുള്ളിക്കാരി ടോക്ക് ചെയ്യുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു നാദിറ. ബിഗ് ബോസ് സീസൺ 5 ഒരു ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ആയിരുന്നു നാദിറ. സെറീനയും ഓക്കെ ആയിരുന്നു. സെറീനയുടെ പ്ലേ എന്ന് പറയുന്നത് വേറൊരു രീതിയിലുള്ള പ്ലേ ആയിരുന്നു. പക്ഷെ നാദിറ ടു ബി ഡയറക്റ്റ് ആയിരുന്നു. അപ്പം ശരിക്കും അവരിപ്പോൾ ഔട്ട് ഹൗസിലുള്ള ആൾക്കാർ അവരവരുടെ എന്തുകൊണ്ടാണ് അവരവിടെ നിൽക്കാൻ യോഗ്യത എന്നുള്ളതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ വന്നേക്കുന്ന 2 ജഡ്ജസിന് ഒരു എക്സ്ട്രാ പവർ കൊടുക്കുകയാണ്. ഇപ്പോൾ റനീഷ് പറയുന്നുണ്ട് ഇവർക്ക് 2 പേർക്കും ഒരാളെ ഈ ഔട്ട് ഹൗസിൽ ഉള്ള മെമ്പേഴ്സിനകത്ത് ഒരാളെ ഇന്നായിട്ടുള്ള ആളുമായിട്ട് സ്വാപ്പ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇന്നായിരിക്കുന്ന ഒരാളെ തിരിച്ച് ഔട്ട് ഹൗസിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അങ്ങനെ അവർ അഫിയെ സേഫ് ആക്കും. ഈ ഔട്ട് ഹൗസിന്റെ ഗ്രൂപ്പിൽ നിന്ന് സേഫ് ആക്കി സേഫ് ആയിട്ടിരുന്ന അമൃതയെ ഔട്ട് ഹൗസിലേക്ക് കൊണ്ടുവരും. അപ്പോൾ അങ്ങനെ ആ ഒരു അവരുടെ പവർ കൊണ്ട് അവരങ്ങനെയാണ് സ്വാപ്പ് ചെയ്തത്. അടുത്തത് ഈ ഔട്ട് ഹൗസിലുള്ള മെമ്പേഴ്സിന് ഒരു ടാസ്ക് കിട്ടുവാണ്, അക്യൂസേഷൻ ടാസ്ക്. അക്യൂസേഷൻ ടാസ്ക് എന്ന് പറയുന്നത് ഒരു ബൗളുണ്ട്, അതിനകത്തിൽ കുറച്ച് എന്താ പറയാ കുറച്ച് ചിറ്റ്സ് ഉണ്ട്. അപ്പം ചിറ്റ്സിനകത്തിൽ ഓരോ ഓരോ ടാസ്കുകൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട്, ലേബിൾസ് ഉണ്ട്. അപ്പം ചിലരാണെന്നുണ്ടെങ്കിൽ അറ്റൻഷൻ സീക്കർ ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ചിലർ കൺഫ്യൂസിങ് ആയിരിക്കും. അപ്പം അങ്ങനെയുള്ള ലേബിൾസ് ഉണ്ട്. അപ്പോൾ ഓരോരുത്തർ വന്ന് ഈ ഒരു മീൻസ് ഏതെങ്കിലും ഒരു ലേബൽ എടുക്കണം. ആ ബൗളിൽ നിന്ന് എടുക്കുന്നത് കിട്ടിയ ലേബൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ആരാണ് ഈ ഇരിക്കുന്ന ഔട്ട് ഹൗസിലുള്ള ആരാണ് ആ ഒരു പർട്ടിക്കുലർ എന്താ പറയുന്നത് ആ പർട്ടിക്കുലർ ചിറ്റിൽ അതിപ്പോൾ അറ്റൻഷൻ സീക്കർ ആരാണ്, ആ അറ്റൻഷൻ സീക്കർ ആരാണെന്ന് ഒരു പോയിന്റ് ഔട്ട് ചെയ്ത് പറയണം. അപ്പോൾ അങ്ങനെ ഒരു ഗെയിമാണ്. അപ്പൊ ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ഓപ്പൺലി ക്രിട്ടിസൈസ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ബിഗ് ബോസിന്റെ ഒരു ഒരു ഫോർമാറ്റിന്റെ ഒരു വേറൊരു വേർഷൻ ആണെന്ന് പറയാം. അതായത് മെയിൻ ബിഗ് ബോസിൽ നമുക്ക് ഓപ്പൺ നോമിനേഷൻ ഉണ്ട്, ക്ലോസ് നോമിനേഷൻ. ഓപ്പൺ നോമിനേഷനിൽ നമ്മൾ ഓപ്പൺ ആയിട്ട് തന്നെ ക്രിട്ടിസൈസ് ചെയ്യണം. അപ്പോൾ അന്നേരമാണെന്നുണ്ടെങ്കിൽ സേഫ് ഗെയിം കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് ഗുഡ്, റൈറ്റ്? സോ അപ്പൊ ഇവിടെ ആൾക്കാരെ അത് ചിലർക്കാണെന്നുണ്ടെങ്കിൽ ഓപ്പൺലി ഒരാളെ കുറ്റം പറയാൻ ചിലപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർ കുറച്ച് സേഫ് ആയിട്ടൊക്കെ പറയാൻ ശ്രമിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനൊരു ടാസ്ക് വരുന്നത്. അപ്പോൾ അവർക്ക് ഓപ്പൺലി അവരെ ക്രിട്ടിസൈസ് ചെയ്യാം, അത് വെച്ചിട്ട് ഡിബേറ്റ് ചെയ്യുക, അവരുടെ പെർഫോമൻസിനെ പറ്റി, പെർഫോമൻസ് ഇപ്പോഴുള്ളതും ഉള്ള പെർഫോമൻസിനെ പറ്റിയൊക്കെ അവർക്ക് ഡിബേറ്റ് ചെയ്യാനുള്ള ഒരു ടാസ്ക് ആയിരുന്നു അക്വിസിഷൻ ടാസ്ക്. എല്ലാവരും അത്യാവശ്യം കുഴപ്പമില്ലാതെ ഗെയിം കളിച്ചു. അപ്പോൾ ഇതിൽ നിന്ന് ഇതിൻ്റെ എല്ലാം കൂടെ ഇൻ ടോട്ടലായിട്ടാണ് ഇവർ എന്താ പറയുന്നത് എലിമിനേഷനിലേക്ക് പോകുന്നത്. അപ്പോൾ എലിമിനേഷനിൽ നമ്മൾ ഈ ഒരു എപ്പിസോഡിന്റെ എലിമിനേഷൻ ഇതിനകത്ത് വേറെ ടാസ്കുകളോ അങ്ങനെയൊന്നും വേറെ ഒന്നും ഇല്ലായിരുന്നു. അപ്പം ഡയറക്റ്റ് ആക്ച്വലി എലിമിനേഷനിലേക്ക് പോകുന്നു. എലിമിനേഷൻ എന്ന് പറയുന്നത് ഇതിപ്പോൾ ഈ ഡിബേറ്റ് ഈ അക്വിസിഷൻ ടാസ്കിൽ തന്നെ ആ ഒരു ഓരോരുത്തർ അത്രയും ഉള്ള ആൾക്കാരെ ഔട്ട് ഹൗസിലുള്ള ആൾക്കാരെ ഓരോരുത്തർ വന്നിട്ട് അവർ അക്യൂസ് ചെയ്യുന്ന അപ്പോൾ ആ ഒരു ഡിബേറ്റ് ആ സംഭവം നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിന് മുന്നേ ജഡ്ജസിന്റെ വക ഒരു ക്വസ്റ്റ്യൻസ് അപ്പോൾ ആ ഒരു ഫുൾ റൗണ്ട് ഔട്ട് ഹൗസിലുള്ള എല്ലാവരും ചോദിക്കുന്നത്. വീണ്ടും ഈ അക്യൂസേഷൻ വന്നപ്പോൾ വീണ്ടും ആ സെയിം എല്ലാം ഒരു സെയിം ഒരു മാസ്ക് ഓഫിന്റെ വേറൊരു വേർഷൻ എന്നുള്ള രീതിയിൽ. ഇതിപ്പോ ഈ അക്യൂസേഷൻ ടാസ്ക് വരുമ്പോൾ ഡയറക്ട്ലി പെർഫോമൻസ് ബേസ്ഡ് അവർ സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പം അതല്ല ഇതൊന്നും ഇല്ലാതെ വേറൊരു ടാസ്കും ഇല്ല. എല്ലാം ഒരു സംസാരിക്കുന്ന ടാസ്കുകളായിരുന്നു ഈ ഒരു എപ്പിസോഡിലുണ്ടായിരുന്നത്. അപ്പം ഇതിനകത്തിലെ എലിമിനേഷന്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഈ ഔട്ട് ഹൗസിലുള്ള എല്ലാവരുടെയും മുന്നിൽ ഒരു ടേബിളിൽ ഒരു പെട്ടി വെച്ചിട്ടുണ്ട്. ആ പെട്ടി ക്ലോസ്ഡ് ഉള്ള പെട്ടിയാണ്. അപ്പൊ ഇവര് ജഡ്ജസ് പറയുന്ന സമയത്ത് ഓരോരുത്തർ കൈ ഇടണം. കൈ ഇടുവാണെങ്കിൽ റെഡ് കളറിലെ പൊടി വരുവാണെന്നുണ്ടെങ്കിൽ അവർ എലിമിനേറ്റഡ് ആണ്. ഗ്രീൻ കളറിലെ പൊടി വരുവാണെങ്കിൽ അവർ സേവ്ഡ് ആണ്. അപ്പൊ അങ്ങനെ ലൊലീറ്റ, അതുപോലെ തന്നെ ശ്യാം, രാകേഷ് ഇവരൊക്കെ അങ്ങനെ ഗ്രീൻ ആയിട്ട് രക്ഷപ്പെടുന്നുണ്ട്. നമ്മുടെ പ്രണവിന്
ആഹ് അപ്പം ഔട്ടായെന്ന് പറയുന്നത് പ്രണവ്, അളകനന്ദ, വിശാഖ്, അമൃത. അപ്പം വിശാഖിന്റെ പ്രസൻസ് ഒന്നും അത്രയും ഇതാവുന്നില്ല എന്ന് ജഡ്ജസ് പറയുന്നുണ്ട്. അമൃതയുടെ എന്ന് പറയാം, അമൃതയ്ക്ക് കാര്യങ്ങൾ കൺവേ ചെയ്യുന്നതില് അത് കറക്റ്റായിട്ട് അങ്ങോട്ട് എത്തുന്നില്ല എന്നുള്ളതാണ് ജഡ്ജസിന്റെ ആ ഒരു ഇത്. പിന്നുള്ളത് പ്രണവ്. പ്രണവ് പലയിടത്തും കുറച്ച് ലാഗ് ആയി പോകുന്ന പോലെ. അന്നേരം റിയാസ് ഇവിടെ സ്പെസിഫിക്കലി പറയുന്നുണ്ട്. കാരണം ഈ പ്രണവ് എന്ന് പറയുന്ന ആള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആക്ടർ ആവണം എന്നൊക്കെ ഒരു ആസ്പിറേഷൻ ഉള്ള ആളാണ്. അപ്പൊ അങ്ങനെ ഒരാള് അവിടെ പോയിട്ട് അവര് സേഫ് ഗെയിമേ കളിക്കത്തുള്ളൂ. അവരുടെ ഇമേജ് പോകുന്ന ഒരു സംഭവം ചെയ്യത്തില്ല. അപ്പോൾ ശരിക്കും അതിന് വേണ്ടിയുള്ള ഒരു ആക്ടർ ആവാൻ വേണ്ടി നല്ലൊരു പ്ലാറ്റ്ഫോം കിട്ടട്ടെ എന്നൊക്കെ അവരെ വിഷ് ചെയ്തിട്ട് പ്രണവിനെ വിടുന്നുണ്ട്. പിന്നെ അളകനന്ദ. അളകനന്ദ വായും കൊണ്ട് കുറെ സംസാരിക്കും. പക്ഷേ ഇതിനകത്തില് സംസാരിക്കാന്ന് മാത്രമല്ല. അപ്പൊ പുള്ളിക്കാരി അതിന് രഞ്ജിനി ഇവിടെ ദേഷ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് അളകനന്ദയോട്. എന്തോ പുള്ളിക്കാരി ഇങ്ങനെ ഞാൻ സംസാരിക്കും, അതായത് പുള്ളിക്കാരി ഔട്ടായതിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേന് പുള്ളിക്കാരി എന്താ ഞാൻ അധികം നന്നായിട്ട് സംസാരിക്കും. അപ്പൊ അവർ പറയുന്നുണ്ട് അവളെന്തിനും പറയുന്നുണ്ട് ടാസ്ക് മാത്രമല്ല. അപ്പൊ അന്നേരം ടാസ്കും ഇൻക്ലൂഡഡ് ആണ്. ടാസ്കും എല്ലാം ഇൻക്ലൂഡ് ആണ്. വായിട്ടഴിച്ച് കുറച്ച് അലച്ചിട്ട് മാത്രം ഒരു കാര്യമില്ല. ഓവറോൾ നമ്മൾ എല്ലാ കാര്യങ്ങളിലും ഈവൻ ടാസ്ക് ജയിച്ചില്ലെങ്കിൽ പോലും അവർ ആ ഒരു പേഴ്സണാലിറ്റി അവരെ എന്താണ് ഇപ്പൊ അളകനന്ദയുടെ ഒക്കെ കഴിഞ്ഞ ദിവസത്തെ ഒരു ടാസ്കില് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഡിബേറ്റില് അവര് കുറച്ച് സംസാരിച്ചപ്പം തന്നെ അവരെയാണെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യിപ്പിച്ചു. കട്ട് ചെയ്യിപ്പിച്ചു എന്ന് പറയുമ്പോൾ അവര് ഒരു പോയിന്റ് വെച്ചിട്ടല്ല, ചുമ്മാ വായിട്ടളിക്കുക എന്നുള്ളത് ആണ് അവർ ചെയ്തത്. അപ്പം അന്നിട്ട് തന്നെ അവർ കട്ട് ചെയ്യിപ്പിച്ചു. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും അത് കറക്റ്റായിട്ട് പോയിന്റ് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രേക്ക് ചെയ്യുന്നത് അവർ കണ്ടിന്യൂ ചെയ്യാൻ അനുവദിച്ചായിരുന്നു. അപ്പൊ ഈ പ്രശ്നം തന്നെയാണ് അളകുന്നത്. അപ്പൊ ചിലർക്ക് പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ആ കുട്ടി നല്ലതായിട്ട് പെർഫോം ചെയ്തില്ലേ എന്ന്. പക്ഷെ ഇതൊരു കറക്റ്റായിട്ട് ജഡ്ജ്മെന്റ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. കാരണം ചുമ്മാ കിടന്ന് അലച്ചിട്ട് കാര്യമില്ല. ഒരു കാര്യം പറയുമ്പോൾ അത് പോയിന്റ് പറഞ്ഞിട്ട് അതിനെ കട്ട് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി വേണം. അപ്പൊ അത് അളകനന്ദയ്ക്കില്ല എന്ന് കണ്ടിട്ടാണ് അവര് പുള്ളിക്കാരിനെ എലിമിനേറ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ 4 പേരാണ് ഈ ഒരു റൗണ്ടിൽ ഔട്ടായത്. നമ്മുടെ പ്രണവ്, അളകനന്ദ, വിശാഖ്, അമൃത, ഇവർ 4 പേര്. അപ്പൊ അങ്ങനെ ഇത്രയുമാണ് എന്താ നമ്മുടെ ഈ ഒരു എപ്പിസോഡിൽ നടന്നത്. അതായത് വലിയ വലിയ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് എല്ലാം ഒരു ഡിബേറ്റ് കൈൻഡ് ഓഫ് തിങ് ആയിരുന്നു ഇന്നത്തെ മൊത്തത്തെ എപ്പിസോഡ്. അപ്പൊ എന്ത് കഴിഞ്ഞിട്ട് തീരാറാവുമ്പോഴത്തേന് രേഷ പറയുന്നുണ്ട് വോട്ടിംഗ് ലൈൻസ് ഓപ്പൺ ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇനി ബാക്കിയുള്ളത് 12 കണ്ടസ്റ്റൻസ് ആണ്. അപ്പൊ ഇനിയുള്ള 12 കണ്ടസ്റ്റൻസിന് ഓഡിയൻസിന് വോട്ട് ചെയ്തിട്ട് ഇവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ ബിഗ് ബോസിലേക്ക് പോകാനുള്ള വോട്ടിംഗ് ഇതുണ്ട്. അപ്പൊ ഇനിയും എനിക്കൊന്ന് 2 വീക്സും കൂടെ ആണുള്ളത്. 15 ഡേയ്സോ 20 ഡേയ്സോ കണ്ടാണ് ഈ ഒരു അഗ്നിപരീക്ഷ എന്ന് പറയുന്നത്. അപ്പൊ ഇനിയിപ്പം ഈ 12 പേരിൽ നിന്ന് ഒറ്റയടിക്ക് ഇനി 4 പേര് വീതം വിടത്തില്ലായിരിക്കും നെക്സ്റ്റ് വീക്കുകളിൽ. അപ്പം ചിലപ്പോൾ ഇങ്ങനെ രണ്ടോ ഒന്നോ രണ്ടോ അങ്ങനെ ഇതൊക്കെ ഇനി വിടത്തുള്ളായിരിക്കും. ഇതുവരെ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഒരു 4 മെമ്പേഴ്സിന് ഒറ്റയടിക്ക് വിടുവല്ലായിരുന്നു. അപ്പോൾ ഒരു നല്ലൊരു എമൗണ്ട് ഒരാഴ്ചയും കൊണ്ട് തന്നെ അത്രയും ഈ 40 നിന്ന് 12 മെമ്പേഴ്സിലേക്ക് റെഡ്യൂസ് ആയില്ലേ. അപ്പം ഇനി ഗോയിങ് ഫോർവേഡ് അത്രയും ഉണ്ടാവില്ലായിരിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ഈ ജഡ്ജസിനെ വെച്ചിട്ട് നമ്മുടെ അഞ്ജന നമ്പ്യാർ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഉണ്ടായിരുന്നല്ലോ ബിഗ് ബോസിന്റെ ഔട്ടായി പോകുന്നവർക്കൊക്കെ ഇന്റർവ്യൂ കൊടുക്കുന്നത് ലൈൻ കട്ട് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം അഞ്ജന നമ്പ്യാറിനെ. അപ്പം പുള്ളിക്കാരിയുടെ ഒരു ലൈൻ കട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ബിഗ് ബോസിന്റെ ഈ 3 ജഡ്ജസിന്റെ റിയാസ്, രഞ്ജിനി, അഖിൽമാരാർ. പക്ഷെ അത് നല്ലൊരു ഇന്റർവ്യൂ ആണ്. നിങ്ങളൊന്ന് ജസ്റ്റ് സെഷൻ ഒന്ന് കണ്ടു നോക്ക്. നല്ലൊരു അവർ തമ്മിലുള്ളൊരു നല്ല അവരത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. എന്തിന്റെ ബേസാണ് എന്തുകൊണ്ടാണ് അവർ കുറച്ച് റൂഡായിട്ട് പെരുമാറുന്നത്. ഇവർക്കാണെന്നുണ്ടെങ്കിൽ ഗോയിങ് ഫോർവേഡ് ബിഗ് ബോസിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സർവേ ചെയ്യണം. അപ്പം ആക്ച്വലി ജഡ്ജസിന്റെ അൾട്ടിമേറ്റ് ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ഇവര് സെലക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാരെ വിന്നായി കാണുന്നതാണ് അവരുടെ ഒരു സന്തോഷം. അപ്പൊ അതിനുവേണ്ടി അവര് ശരിക്കും രഞ്ജിനി തന്നെ പറയുന്നുണ്ട്. ഈവൻ അവർ സെലിബ്രിറ്റിയും പുള്ളിക്കാരി ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ആളാണ്. പക്ഷെ പുള്ളിക്കാരിക്ക് ആ ബിഗ് ബോസിന്റെ സീസൺ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി അതിൽ നിന്നൊന്ന് പുറത്തേക്ക് കടക്കാൻ വേണ്ടി കുറച്ച് ടൈം എടുത്തു. അപ്പൊ ഒരു നോർമൽ ഒരു കോമണർ ഒരു പേഴ്സൺ വന്നിട്ട് അതിനകത്ത് സർവേ ചെയ്തിട്ട് പുറത്ത് വന്നിട്ട് ആ ഒരു ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങാൻ കുറച്ച് നല്ല പാടാണ്. അത് ഭയങ്കര സ്ട്രഗിൾ ആണ്. അപ്പൊ രഞ്ജിനിക്ക് അത്രയും ബോൾഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഭയങ്കര സ്റ്റബോൺ ആയിട്ടുള്ള ഒരാൾക്ക് അത് അത്രയും പാടാണെന്നുണ്ടെങ്കിൽ ഒരു കോമണർ ആയിട്ടുള്ള ഈ സെലിബ്രിറ്റി ആ ഒരു ഇതില്ലാതെ വന്ന് കോമണർ ആയിട്ട് വരുന്ന ആൾക്ക് പുറത്ത് വരുമ്പോൾ എങ്ങനെയായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ ഇവിടെ നിന്ന് അവരൊരു എന്താ പറയുന്നത് അച്ചിലിട്ട് ഊതിക്കാച്ചി പൊന്ന് ഊതിക്കാച്ചുന്ന പോലെ ഇത് ചെയ്തിട്ട് വിടാനാണ് അവർ ട്രൈ ചെയ്യുന്നത്. അതുകൊണ്ട് കുറച്ച് അറഗന്റ് ആവും അവർ. ഇപ്പം തന്നെ ഓൾറെഡി പറയുന്നുണ്ട് രഞ്ജിനി ശ്രീയാസം പറയുന്നുണ്ട് അവർ കുറച്ചുകൂടെ സ്റ്റബോണായിട്ട് ഗോയിങ് ഫോർവേഡ് ഇനിയും കുറച്ചും കൂടെ സ്റ്റബോണായിട്ട് തന്നെ കുറച്ച് അറഗന്റ് ആയിട്ട് തന്നെ ആയിരിക്കും ഗോയിങ് ഫോർവേഡ്. അത് അവരുള്ള പേഴ്സണൽ ഒരു ഇതും കൊണ്ടല്ല. പക്ഷെ അവർ അവിടെ ചെന്ന് കഴിഞ്ഞാൽ സർവേ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് മാത്രമാണ് അവർ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പം അതൊരു നല്ല ഇന്റർവ്യൂ ആണ്. നിങ്ങൾക്ക് അത് വാച്ച് ചെയ്യാം. ദേശാന്റിന്റെ ഇപ്പൊ യൂട്യൂബിലൊക്കെ ആണെങ്കിലും ഉണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. അപ്പം ഇതാണ് ഇന്നത്തെ ടോട്ടൽ ആയിട്ടുള്ള ഒരു എന്നാ പറയുന്നത് നമ്മുടെ ഒരു എപ്പിസോഡിന്റെ റിവ്യൂ എന്ന് പറയുന്നത്. ഇപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. ഇപ്പം സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.